സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക്, പ്രത്യേകിച്ച് പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ്സുകാർക്കൊക്കെ ഇതാണോ പരിപാടി എന്ന് പോലീസ് മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ 3 ബലാത്സംഗ കേസുകളിൽ പ്രതിയാകുന്നതും അദ്ദേഹം ആകെ അടപടലം നാറി ഒരു മൂലയ്ക്ക് ഇരിക്കേണ്ടി വരുന്നത്. ഇതാ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സുഹൈൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചാണ് അടുത്ത പരാതി. അയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഒരു യുവതി ജീവൻ ഒടുക്കിയതുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളും ആ പറയുന്ന കടമ്പനാട് സ്വദേശിയായ യുവതിയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു. അടുപ്പത്തിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യുവതിയുടെ ഭർത്താവാണ് ഈ ദുരുദ്ദേശത്തോടു കൂടിയുള്ള അടുപ്പം കൈയോടെ പിടിക്കുന്നതും. അതിൽ ഇയാള് ആണ് മുഖ്യ പ്രതി. കാരണം ഇവര് ഈ പറയുന്ന ജീവനൊടുക്കിയ ആ യുവതിയും ഇയാളും ഒരുമിച്ചായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ വെച്ച് വഴിവിട്ട സൗഹൃദം ഉണ്ടായി എന്നാണ് ഭർത്താവിന്റെ സംശയം. ഭർത്താവ് അങ്ങനെ ഇരുവരെയും താക്കീത് ചെയ്തു. അതിൽ യുവതി മനമെടുത്തിട്ടാണ് ജീവൻ ഒടുക്കിയതെന്നാണ് പ്രാഥമിക ധാരണ. എന്നാൽ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തപ്പോൾ മുഹമ്മദ് സുഹൈലിന്റെ പേര് അതിനകത്ത് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിനാണ് ഇയാളെ പൊക്കി അകത്ത് ഇരുത്തിയിരിക്കുന്നത്. അറസ്റ്റ് നടക്കുമെന്നാണ് പോലീസ് സോഴ്സ് ഒക്കെ പറയുന്നത്. അത് എപ്പോൾ നടക്കുമെന്ന് വ്യക്തവുമല്ല. ഇമാതിരി ഈ യുവതികളെ, അത് പ്രത്യേകിച്ച് ഭർത്തൃമതികളായ യുവതികളെ ചാക്കിട്ട് പിടിക്കുക, അവരുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുക, അവരുടെ കുടുംബം കുളം തോണ്ടുക, ഇതൊക്കെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ രീതിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ഭർത്തൃമതികളായ യുവതികളെയാണ് തേടി പിടിച്ചതും അവരെ ആദ്യം പ്രണയിക്കുക, പിന്നെ വിവാഹ വാഗ്ദാനം കൊടുക്കുക, പിന്നെ ബലാത്സംഗം ചെയ്യുക, കുട്ടി വേണമെന്ന് ശാഠ്യം പിടിക്കുക, കുട്ടിയാകുമ്പോൾ ഗർഭഛിദ്രത്തിന് വഴിയൊരുക്കുക അല്ലെങ്കിൽ നിർബന്ധിക്കുക. ഇതാണെന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രീതി. അതേ പാത തന്നെയാണ് ഈ മുഹമ്മദ് സുഹൈലും ചെയ്തത് എന്നാണ് പോലീസുകാർ പറയുന്നത്. ഏതായാലും ഭർത്തൃമതിയായ ഒരു യുവതിയുടെ ജീവൻ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോൾ അകത്തായിരിക്കുന്നത്. ഇത് യൂത്തന്മാരൊക്കെ ഈ പരിപാടിയാണോ എന്ന് നമ്മൾ സംശയിച്ചാൽ അതിനകത്ത് തെറ്റൊന്നും ആരും പറയുകയില്ല എന്ന് തോന്നുന്നു. കാരണം പിടികൂടുന്ന ആളുകളൊക്കെ, ഇത്തരം കേസുകളിൽ പിടിക്കപ്പെടുന്ന യൂത്ത് കോൺഗ്രസ്സുകാരന്മാരുടെ എണ്ണം വർദ്ധിച്ച് വരികയാണ്.